ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛന് ഒരു സമ്മാനം തന്നിട്ട് പോയതാ. മക്കളെ, ആ ചെങ്കൽ മധുവിന്റെ കുറെ ആളുകൾ വന്ന് അച്ഛനെ ഒരുപാട് ഉപദ്രവിച്ചു. അയാളുടെ പെങ്ങളെയാ അനൂപ് വണ്ടിയിടിച്ച് കൊന്നത്. ആ മനുഷ്യന് എന്തുകൊണ്ടിങ്ങനെ പറ്റി? അനൂപിന്റെ കാര്യം ഇത് തന്നെയല്ലേ? എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആളാ അനൂപ്. ആ അനൂപിന് അപകടം പറ്റിയത് എപ്പോഴാ? അത് നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ആ എന്നാ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഗർഭിണിയായിട്ട് അർച്ചന ആദ്യം നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴല്ലേ അനൂപിന് അപകടം പറ്റിയത്? അതെ, അവര് രണ്ടുപേരും കൂടെ വന്നു കയറിയപ്പോഴാ അനുപേട്ടന്റെ വണ്ടി ഇടിച്ച വിവരം അറിഞ്ഞത്. ആ അപ്പൊ മീരയ്ക്ക് കാര്യം മനസ്സിലായി. ഇപ്പൊ എന്താ ഉണ്ടായത്? അനൂപിന്റെ വണ്ടി ഇടിച്ച ആ പെണ്ണ് മരിച്ചു അല്ലേ? അനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ അർച്ചനയുടെ വയറ്റിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജാതക ദോഷം കൊണ്ട് സ്വന്തം അമ്മാവനായ അനൂപിന് കാരാഗ്രഹവാസം കിട്ടാൻ പോകുന്നർത്ഥം. ഒരു കുഞ്ഞ് ജനിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. പണ്ടത്തെ രീതി വെച്ച് നോക്കുമ്പോ അമ്മാവന്റെ പിന്മുറക്കാർ സ്വന്തം മക്കളല്ല, അനന്തരവന്മാരാ. അർച്ചനയുടെ വയറ്റിൽ കിടക്കുന്നത് ഒരു ആൺകുഞ്ഞാണെങ്കിൽ അത് അനൂപിന്റെ അനന്തരവനായിട്ട് വരില്ലേ? അതിനെന്താ? അനന്തരവന്മാരുടെ ജാതക ദോഷത്തിൽ അരക്കാല അമ്മാവന്മാർക്ക് എന്നാ പണ്ടുള്ളവര് പറയുന്നേ. നമ്മുടെ കഥകളിൽ പോലും അതുണ്ടല്ലോ. എന്ത് കഥ? സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ കഥ കേട്ടിട്ടില്ലേ നീ? അത് ആ കുഞ്ഞ് വയറ്റി കുരുത്തപ്പ തന്നെ അച്ഛനെയും അമ്മയും പിടിച്ച് ജയിലിലിട്ടു. എന്താ കാരണം? ആ കുഞ്ഞ് കാരണം അമ്മാവനായ കംസൻ മരിക്കുമെന്നല്ലായിരുന്നോ ജ്യോത്സ്യന്മാര് പറഞ്ഞത്? അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. അർച്ചനയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ട് സംഭവിക്കാൻ പോകുന്നതേ അനൂപ് ജയിലിൽ പോകുന്നത് മാത്രമായിരിക്കില്ല. ചിലപ്പോ നിന്റെ കഴുത്തി കിടക്കുന്ന താലി വരെ അറ്റുപോയെന്നിരിക്കും. സംശയമുണ്ടെങ്കിൽ നീ ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ കണ്ടു നോക്ക്. അവര് പറയും വിശദമായ കാര്യങ്ങൾ. അവന്തിക ഏതെങ്കിലും ജ്യോത്സ്യനെ കണ്ടിരുന്നോ? അത് ആശുപത്രിയിൽ നന്ദേട്ടന്റെ അടുത്തായതുകൊണ്ട് എനിക്ക് നേരിട്ട് പോയി കാണാൻ സാധിച്ചില്ല. പക്ഷെ ഫോണിലൂടെ ഞാനൊരു നല്ല ജ്യോത്സ്യനെ കൺസൾട്ട് ചെയ്തു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് വിശദമായിട്ട് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി മീരെ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആദ്യം എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ അനൂപിനും കൂടെ ഈ അവസ്ഥ വന്നപ്പോ ഞാൻ ശരിക്കും പേടിച്ചു പോയി മീരെ. അതുകൊണ്ടാ ഞാൻ ഉടനെ തന്നെ ജോത്സ്യനോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത്. ജ്യോത്സ്യൻ ശരിക്കും എന്താ പറഞ്ഞത്? പറയാം. ഇനി നെല്ലിശ്ശേരിയിലും വൃന്ദാവനത്തിലും ദുരന്തങ്ങളുടെ പെരുമഴയായിരിക്കും വരാൻ പോകുന്നതെന്ന്. ഇതിന് പരിഹാരമൊന്നുമില്ലേ? ഈ ജാതകദോഷത്തിന് ഒരു പരിഹാരവും ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നന്ദേട്ടന്റെ അവസ്ഥ ഇങ്ങനെയായി. അനൂപ് ജയിലിലുമായി. ഇനി രണ്ടിടത്തും എന്തൊക്കെ നടക്കുന്ന ആരറിഞ്ഞു? ഞാൻ പറഞ്ഞത് നീ വിശ്വസിക്കണമെന്നില്ല. നിനക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ജ്യോത്സ്യനെ പോയി കണ്ടു നോക്ക്. അപ്പം നിനക്ക് മനസ്സിലാവും അർച്ചനയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ജാതകദോഷം എത്ര വലുതാണെന്ന്. അനൂപിന്റെ ജീവന് തന്നെ ഭീഷണിയാ ആ കുഞ്ഞിന്റെ ജനനം. താലിയേറ്റു പോയാ പിന്നെ നിന്നെ എന്നെയൊക്കെ ഒരു പേര് മാത്രമേ ആൾക്കാർ വിളിക്കൂ. ഭർത്താവ് മരിച്ച ഭാര്യമാരെ വിളിക്കുന്ന പേര് വിധവ. വിവാഹിതയായ ഒരു പെണ്ണിനെ ഏറ്റവും വലുത്
അവളുടെ ഭർത്താവിന്റെ ജീവനാ. അതിനൊരു പോറലേറ്റാ നമുക്കത് താങ്ങാൻ പറ്റുമോ? ആ, എന്ത് ചെയ്യാം? ജാതകത്തിൽ കാരാഗ്രഹവാസം ഉണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റൂ. ഏതായാലും നീ ഒരു ജോത്സിനെ കാണാൻ നോക്ക്. ഞാൻ അറിഞ്ഞ കാര്യം നിന്നോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. തൽക്കാലം നീ ഇതവിടെ മറ്റാരോടും പറയാൻ നിൽക്കണ്ട. കാരണം അവരൊക്കെ അർച്ചനയുടെ സ്വന്തം അച്ഛനും അമ്മയാ. നീ വന്നു കയറിയ മരുമകളാ. നിന്നേക്കാ വലുത് അവർക്ക് അർച്ചനയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് തന്നെയായിരിക്കും. എനിക്ക് മനസ്സിലായി. ഞാൻ ആരോടും പറയില്ല. ആരും അറിയാതെ ഏതെങ്കിലും ഒരു ജോത്സിനെ പോയി കണ്ടിട്ട് ഇതിനെന്താ പരിഹാരം എന്നൊന്ന് അന്വേഷിച്ച് നോക്കണം. അല്ലാതെ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം വിശ്വസിക്കണമെന്നില്ല. എന്തായാലും എന്തേലും ഒരു പരിഹാരം ഞാൻ പോയി കണ്ട ജോത്സ്യം പറഞ്ഞ അത് ഞാൻ നിന്നെ അറിയിക്കാം. ശരി, എന്നാ വെക്കട്ടെ. മതി, ഇത്രയും മതി. അവക്ക് രണ്ടാമത്തെ അടി കിട്ടാനുള്ള കള ഒരുങ്ങിക്കഴിഞ്ഞു. മീരയുടെ മനസ്സിൽ സംശയം ഇനി വളർന്നുകൊണ്ടേയിരിക്കും. ഉറപ്പായിട്ടും ഏതെങ്കിലും ജോത്സനെ പോയി കാണും. ഇനി അടിക്കാനുള്ള വടിയായിട്ട് ഞാൻ മുന്നിൽ നിർത്താൻ പോകുന്നത് മീരയാ. സ്വന്തം താലിയേറ്റു പോകാതിരിക്കാൻ വേണ്ടി മീര എന്തും ചെയ്യും. വേദനയുണ്ട് മാഷെ. അച്ഛാ, അച്ഛാ, അയ്യോ, എന്താ ചെയ്തൊക്കെ? അച്ഛൻ എന്താ പറ്റിയേ? ഈശ്വര, അച്ഛൻ എന്താ പറ്റിയത്? എവിടെയെങ്കിലും വീണോ? വീണതല്ല മോനെ, അച്ഛന് ഒരു സമ്മാനം തന്നിട്ട് പോയതാ. മക്കളെ, ആ ചെങ്കൽ മധുവിന്റെ കുറെ ആളുകൾ വന്ന് അച്ഛനെ ഒരുപാട് ഉപദ്രവിച്ചു. അയാളുടെ പെങ്ങളെയാ അനൂപ് വണ്ടിയിടിച്ചു കൊന്നത്.